ബ്രസ്റ്റ് ക്യാൻസറിന് അക്യുപങ്ക്ചർ ചികിത്സയോ സമൂഹത്തിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ നല്ലൊരു ചർച്ചയാണ്. പണ്ട് കാലത്തൊക്കെയും കാണാതിരുന്ന ഒരു ട്രെൻഡാണ് വ്യാപകമാകുന്ന ക്യാൻസർ രോഗികൾ. ഇവർക്ക് നൽകാൻ കഴിയുന്ന മികച്ച ചികിത്സ ഏതാണ്? നമ്മുടെ അടുക്കലേക്ക് വന്ന ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റ് 4th സ്റ്റേജ് കഴിഞ്ഞു എന്ന് അലോപ്പതി വിധി എഴുതുകയും ആലപ്പുഴ സ്വദേശിനിയായ അവർ കോട്ടയത്താണ് എൻ്റെ അടുക്കലേക്ക് ചികിത്സയ്ക്കായി അവരെത്തിയത്. സ്വാഭാവികമായും അവരോട് നമ്മൾ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾക്കുള്ള വേദന അസ്വസ്ഥതകൾക്ക് അക്യുപങ്ക്ചർ ചികിത്സ ഉപയോഗപ്പെടുത്താം എന്നല്ലാതെ അലോപ്പതി ക്യാൻസറിന് വേണ്ടി ചെയ്ത ടെസ്റ്റുകളുടെ അടക്കമുള്ള അപകടങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിലനിൽക്കെ അതിനെ പൂർണ്ണമായും സുഖപ്പെടുക എന്നത് എങ്ങനെയാണ് എന്ന് പലപ്പോഴും വ്യക്തമല്ല. നമ്മൾക്കറിയാമല്ലോ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പല അലോപ്പതി ഡോക്ടർമാർ തന്നെ പറയുന്ന അഭിപ്രായമാണ്, ഒരു ക്യാൻസർ മുഴയോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെ ടെസ്റ്റ് ചെയ്യാൻ എന്ന പേരിൽ നീഡിൽ ബയോപ്സി ചെയ്യുന്നത് തന്നെ ആ രോഗിയെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട് എന്നവർ പറയുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായും മുഴകളെ കുത്തി പൊട്ടിച്ച് അല്ലെങ്കിൽ മമോഗ്രഫി ചെയ്ത് ആ ബ്രസ്റ്റിനെ ഡാമേജ് ആക്കി കഴിഞ്ഞ് ആ ഒരു അപകടത്തിൽ നിന്ന്, ആ ഒരു ട്രാപ്പിൽ നിന്നും എങ്ങനെയാണ് ഒരു മനുഷ്യൻ രക്ഷപ്പെടുക? സ്വാഭാവികമായും അവരനുഭവിക്കുന്ന വേദനകൾക്കും അസ്വസ്ഥതകൾക്കും അവരൊരു മരുന്നുമില്ലാതെ മരണം വരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രം അക്യുപങ്ക്ചർ ചികിത്സ അവർക്ക് മികച്ച ഒരു ഓപ്ഷനായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. എന്നല്ലാതെ പലപ്പോഴും ഈ ഒരു ട്രാപ്പിൽ നിന്നും അവരെ കരകയറ്റാൻ വേണ്ടിയിട്ട് മറ്റേത് മികച്ച മാർഗമാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? കീമോയും റേഡിയേഷനും കൊടുക്കുന്നത് എങ്ങനെയാണ് ഒരു ചികിത്സയായി പറയാൻ സാധിക്കുന്നത്? നിങ്ങൾ RCCയിലേക്കൊന്ന് പോയി നോക്കൂ. അവിടെ എത്ര പ്രായമുള്ള ആളുകളാണ്, അല്ലേ? ചെറുപ്പക്കാരികൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെയും ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞ് അവിടേക്ക് വരികയും എത്രയോ ആളുകൾ ദിവസം അവിടെ മരണപ്പെടുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ഇത്തരം വിഷയങ്ങളൊന്നും സമൂഹത്തിലേക്ക് ചർച്ച ചെയ്യാതെ എന്തുകൊണ്ട് ഇന്ന് വ്യാപകമായി ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകൾക്ക് വരുന്നു? നമ്മുടെ പ്രിയപ്പെട്ട ഷെബിൻ ഷാ നടത്തിയ ആ ഒരു പഠനം, വിദേശ രാജ്യങ്ങളിലുള്ള പഠനങ്ങളെ കോർഡിനേറ്റ് ചെയ്തുള്ള പഠനത്തിൽ പോലും പല്ലിൽ ചെയ്യുന്ന കാരണം അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്ത സ്ത്രീകളാണ് 98% ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസും എന്ന ഒരു അലോപ്പതിക് ഡോക്ടറുടെ പ്രസ്താവന ഇടക്കാലത്ത് വ്യാപകമായിരുന്നു. അപ്പം ഇങ്ങനെ പല മാതിരി അലോപ്പതിക് പ്രോട്ടോകോൾ പ്രകാരം ചെയ്യുന്ന പല കാര്യങ്ങളും ക്യാൻസറിന് കാരണമാകുന്നു എന്ന് പല പത്രവാർത്തകളും തന്നെ നമ്മളെ സൂചിപ്പിക്കുമ്പോൾ അത്തരം ആളുകളൊക്കെയും മരണം വരെ എനിക്ക് വേറൊരു വിഷവും ശരീരത്തിൽ കയറ്റാതെ വേദനകൾ അറിയാതെ എനിക്കൊന്ന് ജീവിച്ചാൽ മതി, ഇങ്ങനെ ആഗ്രഹിക്കുന്നവർ വിഷമെല്ലാം ഒഴിവാക്കി അക്യുപങ്ക്ചർ ചികിത്സയിലേക്ക് എത്തുകയും അവർ മരണത്തിൻ്റെ ഘട്ടം വരെയും പലപ്പോഴും പ്രയാസങ്ങൾ അല്ലെങ്കിൽ വേദനകൾ താരതമ്യേന കുറഞ്ഞ് അവരൊരു ആശ്വാസത്തിൽ ജീവിക്കുകയും അവർ മരിക്കുകയും ചെയ്യുന്നതിന് അക്യുപങ്ക്ചർ ചികിത്സയെ നിങ്ങൾ വിരൽ ചൂണ്ടിയത് കൊണ്ട് എന്ത് കാര്യം? ഈ ലോകത്ത് എത്രയോ മനുഷ്യരാണ്, അല്ലെ, ഇടക്കാലത്ത് നിരോധിക്കുന്ന അലോപ്പതിക് മരുന്നുകളുടെ കാരണം നോക്കുമ്പോൾ എന്താണ് കാരണം? പലതും ക്യാൻസർ ആകുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വർഷങ്ങൾ ഉപയോഗിച്ച പല മരുന്നുകളുടെയും നിരോധനം തന്നെ. അപ്പോൾ ഇങ്ങനെ ട്രാപ്പിൽപ്പെട്ട ആളുകൾ ശരീരം അപകടത്തിലേക്ക് എത്തുന്ന ഘട്ടം, അവർ മരണത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ മരിച്ചാലും വേണ്ടിയില്ല, മരിക്കുന്നത് വരെ എനിക്ക് വേദനയില്ലാതെ ജീവിക്കാനുള്ള ചികിത്സ ഏതാണെന്ന് അന്വേഷിക്കുമ്പോൾ അവരുടെ മുമ്പിലേക്ക് അക്യുപങ്ക്ചർ ഒരു ആശ്വാസമായി വരുമ്പോൾ അത് അവർ ഉപയോഗപ്പെടുത്തുന്നതിന് അവരെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? അതുകൊണ്ട് കൃത്യമായ ചർച്ചകൾ റൂട്ട് കോസിലേക്ക് തന്നെ പോകണം. എങ്ങനെയാണ് ക്യാൻസർ ഇത്രയും വ്യാപകമായത്? എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസറിന് മമോഗ്രഫി ചെയ്തതിന് ശേഷം സ്ത്രീകൾ ബ്രസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രയാസത്തിലേക്ക് എത്തുന്നത്? 3, നീഡിൽ ബയോപ്സി ചെയ്ത് ആ ക്യാൻസർ കോശങ്ങളെ പൊട്ടിച്ചു വിട്ടാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്?
ഇതിൻ്റെ ചർച്ച എല്ലാ ചികിത്സാ മേഖലകളിലും നടക്കട്ടെ, അക്യുപഞ്ചറിസ്റ്റുകളും നടത്തിക്കോട്ടെ.